ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമെന്ന് DME വിശ്വനാഥ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ DME തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. സർക്കാർ ആരോഗ്യ സംവിധാനത്തെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റ് ഇട്ടതാണ് ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുകൂടി വിശ്വനാഥ് പറയുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം കോടികൾ വില മതിക്കുന്ന 45ഓളം ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തികച്ചും ഒരു തെറ്റെന്ന് തന്നെ പറയാം. അത് പേഷ്യന്റ് അകത്തോട്ട് പോകുന്ന ഒരു പ്രോബാണ്. അപ്പൊ അതിലൊരു ഡാമേജ് വന്നുകൊണ്ട് ഒരു കേസ് മാറ്റിവെച്ചു. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നത്. ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരാനൊരു 4-5 ദിവസത്തിന്റെ കാലതാമസമുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുകയും അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും അതനുസരിച്ച് അതിന്റെ സമയം അനുസരിച്ച് അതിന് വേണ്ടിയുള്ള എഫേർട്സ് എടുക്കേണ്ടത് ഓരോ HOD ചെയ്യുന്ന കാര്യമാണ്. വേറൊരു HOD ഇത്തരത്തില് മീഡിയയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ HOD ഉണ്ടായിരുന്നു. വേറൊരു മീറ്റിംഗിന് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള ഇത് നമ്മൾ അന്വേഷിക്കും. സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ്. അത് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ DME പറയുന്നത്. അത് സർക്കാർ സംവിധാനത്തെ മനഃപൂർവ്വം ഇകഴ്ത്തി കാട്ടാൻ വേണ്ടിയിട്ട പോസ്റ്റ് എന്നാണ് DMEയുടെ അഭിപ്രായം. എന്തായാലും ഡോക്ടർ ഹാരിസ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും